ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹുക്ക് കെട്ടിയെടുക്കുന്നതാടാ. അതായത് 6 ഹുക്ക് വെച്ചിട്ട് ഒരു സെറ്റ് ഹുക്ക് സെറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങളാട്ടത്. അപ്പോൾ മെയിൻ സാധനം നമ്മുടെ ഹുക്ക് കേട്ടോ. ഹുക്ക് അപ്പോൾ ഇതിൻ്റെ സൈസ് 14, ഹുക്കിൻ്റെ സൈസ് കേട്ടോ. പിന്നെ ഇത് നൈലോൺ നൂലാടാ, നൈലോൺ നൂല്. ഇതിൻ്റെ വണ്ണത്തിൻ്റെ കാര്യം എനിക്ക് എത്രയെന്ന് അറിയില്ല. അത് വളരെ കനം കുറഞ്ഞ ടൈപ്പാട്ടോ. കണ്ട, രണ്ട് പിരി കനം കുറഞ്ഞ ടൈപ്പ്. പിന്നെ ആവശ്യം നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ 2 കമ്പി ഞാൻ വളച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 കമ്പിയുടെ ആവശ്യമുണ്ട് കേട്ടോ. കണ്ട, നമ്മൾ കമ്പി വളച്ചെടുത്തുള്ള ഈ കുടയുടെ കമ്പിയിൽ അത് വളച്ചിങ്ങനെ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്ലെയർ, കത്തര, അത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ. പിന്നെ കണ്ട ഒരു മാലമുത്ത് വേണം കേട്ടോ. കണ്ട, ഇതേ വലിപ്പത്തിൽ ഒരു മാലമുത്ത്. പിന്നത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടോ, നമ്മൾ നെയിലൊന്നുമില്ല നോക്കിയാൽ ഇതുമ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാനൊരു ചുറ്റിയുടെ പിടിയുമ്പോൾ ഇങ്ങനെ ചുറ്റി എടുത്തിങ്ങനെ, ഇത് ഈ ചുറ്റിയുടെ പിടി വേണമെന്നില്ല, നിങ്ങൾക്ക് ഇതേപോലെ വേറെ എന്തിനും ചുറ്റി എടുക്കുക കേട്ടോ. പിന്നെ ബ്രൈഡ് ഇതേപോലെ ഇതുമ്പോൾ ഇങ്ങനെ ഒരു കമ്പിയുടെ ഇത് അരാണ്, അതുമ്പോൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചുറ്റി എടുക്കാം, വേറെ ഒന്നിനല്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമ്പോൾ ചുറ്റിയിട്ടുള്ളത് ഇതിങ്ങനെ ചവിട്ടി പിടിക്കാനായിട്ടാണ്. ഇങ്ങനെ ചവിട്ടി പിടിക്കാനായിട്ടാണ് നമ്മൾ ഇതുമ്പോൾ ചുറ്റി എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഇതും ചവിട്ടി പിടിക്കാനായിട്ടാണ്. അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ കത്തര, അത് നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഹുക്ക് നമ്മൾ മേടിക്കുമ്പോൾ നോക്കിയാൽ ഇങ്ങോട്ടായിട്ട് ഇരിക്കുക കേട്ടോ, അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ ആയിട്ട് ഇരിക്കുക. ഈ ഹുക്കിനെ നമ്മൾ ഈ പ്ലെയർ വെച്ചിട്ടൊന്നില്ലേ, ഇതിൻ്റെ തുമ്പ് കട ഇതൊന്നും ഇങ്ങോട്ട് നിവർത്തി കൊടുക്കുന്നുണ്ട്. കുറച്ച് നിവർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കട നന്നായി നിവർത്തിയുണ്ട് കേട്ടോ, അത്യാവശ്യം നന്നായി നിവർത്തിയുണ്ട് കേട്ടോ. നോക്കിയേ, ഇതേപോലെ നിവർത്തി എടുക്കണം. എല്ലാ ഹുക്ക് അതേപോലെ നിവർത്തി എടുക്കണം കേട്ടോ. നമ്മുടെ 6 ഹുക്കും അതേപോലെ നിവർത്തി എടുക്കണം കേട്ടോ. കേട്ടോ, നമ്മൾ ഹുക്ക് ഈ 6ഉം നിവർത്തിയെടുക്കണം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നോക്കിയാൽ നമുക്കിനെ കെട്ടണത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതായത് ഹുക്ക് കെട്ടണത്. അപ്പോൾ ഹുക്ക് കെട്ടാ നോക്കിയേ, നമ്മൾ സാധാരണ ഹുക്ക് കെട്ടണ പോലെ തന്നെ കേട്ടോ. നോക്കിയത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ ഇത്രയും ഭാഗം ഇങ്ങോട്ട് ബാക്കിലേക്ക് നോക്കിയാൽ ഈ തുമ്പ് ഭാഗം ഇത്ര ഇട്ടിട്ടേ ഇങ്ങനെ മടക്കി വയ്ക്കുക. ഇത് വേണ്ട, ഇവിടെ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങോട്ട് നോക്കിയാൽ ഒരു 5 ചുറ്റ്, 1 2 3 4 ഒരു 5 ചുറ്റ് കണ്ടോ, 5. ഇതിൻ്റെ പുറകെ കൂടെ കൊണ്ട് എടുക്കുക. ഇതിലൂടെ അങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ ടൈറ്റാവും, ടൈറ്റായിട്ടാ കേട്ടോ, ടൈറ്റായിട്ടാ. അപ്പോൾ ഈ ടൈറ്റായി ഇതല്ല, ഇതിങ്ങനെ വലിച്ച് മുറുക്കി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഭാഗമല്ലേ ഇത്രയും നീട്ടം വേണം കേട്ടോ. ഒരു 8 ഇഞ്ചൊക്കെ ഉണ്ടാവും. അത് ഒരു 5-8 ഇഞ്ചോളം നീട്ടം കൂടെ ഇട്ടുണ്ട് കേട്ടോ. കെട്ടിക്കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് 8 ഇഞ്ചോളം നീട്ടം വേണം. ഇതിൻ്റെ ഇവിടെ പുറകിലില്ലേ, പുറകിലേക്ക് വരുന്നിടത്ത് ഒരു ഇതിങ്ങനെ എടുക്കുക. 1 ഒരു 2 വട്ടം ഇങ്ങനെ എടുത്തിട്ട് ഇതിലിങ്ങനെ കെട്ടി കൊടുക്കുക കേട്ടോ. ഇതാണ് പരിപാടി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇതിൻ്റെ ഈ തുമ്പത്തായിട്ട് നമ്മൾ ഈ മടക്കിയിട്ടുള്ള കമ്പിയുടെ ഇതില്ലേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. കെട്ടി കൊടുക്കുക ഇങ്ങനെ തുമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട്, തുമ്പിൽ കെട്ടിയിട്ട് നമ്മളിത് ഇങ്ങോട്ട് ഇടാം, റൈറ്റിലേക്ക് കേട്ടോ. ഇങ്ങനെ വലത്തെ ഭാഗത്തേക്ക് ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ വിരിക്കുക കേട്ടോ. ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് കുറേ നേരം തിരിക്കുക. ഒരു 10 15 20 പ്രാവശ്യമൊക്കെ ചെയ്യാം. ഇങ്ങനെ വലത്തോട്ടിടാ കേട്ടോ. വലത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക.
മനസ്സിലാവില്ലേ? അതായത് കണ്ടോ ഇങ്ങനെ പിന്നെ ഇങ്ങോട്ട് തിരിക്കാടാ ചെയ്യുന്നത്, വലത്തെ ഭാഗത്തേക്ക് മൊത്തം തിരിച്ചു കൊടുക്കുക. കുറേ ആവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പിരി കുറേ ആയിട്ടുണ്ട് ഇവിടെ കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ അതായി നിന്നു. ഇങ്ങനെ ആയി നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടത് അറിയോ, നമ്മൾ ഈ വളച്ച് വെച്ചുള്ള നമ്മുടെ ഈ കമ്പിയിൽ ഈ ഹുക്കിൻ്റെ ഇതിലിട്ട് പിടിക്കുക. നോക്കിക്കണ്ട ഇങ്ങനെ പിടിക്കുക. പിന്നെ നേരത്തെ നമ്മൾ വലത്തോട്ടല്ല തിരിച്ചത്, ഇത് ഈ സാധനം ഇത് നിങ്ങളുടെ ഇടത്തോട്ട് തിരിക്കുക. കണ്ടോ, ഇതാണ് നമ്മുടെ പരിപാടി. ഇടത്തോട്ട് ഇങ്ങനെ നന്നായി തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ തിരിച്ചു ഇനി നമുക്കിത് ഇങ്ങനെ കിട്ടും. തിരിക്കുമ്പോൾ ഇങ്ങനെയായിട്ട് കിട്ടും. നോക്കിയണ്ട ഇങ്ങനെ കയറി ഇങ്ങനെ ആയിട്ട് കിട്ടി. ഇത് ഇവിടെ ഇല്ലേ ഈ ഇതിലിങ്ങനെ ഇട്ടിട്ട് ഒരു കെട്ടെടുത്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അങ്ങനെ കെട്ടാം. ഇതിവിടെ ഇങ്ങനെ അഴിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഈ പിരിച്ചത്. കണ്ടോ, അത് പിരിയായി കിട്ടിയില്ലേ. ഇങ്ങനെ പിരിയായി കിട്ടും. പിന്നെ ഇവിടെ നിങ്ങൾ ഇതുമ്പോൾ അഴിച്ചെടുക്കാം. ഇങ്ങനെ കെട്ടിയെടുക്കണം. കണ്ടോ, ഇതേപോലെ കെട്ടിയെടുക്കണം കേട്ടോ. തിരിച്ചിട്ട് പിന്നെ ഏകദേശം മനസ്സിലാണ്ടാവില്ലേ? ഒന്നോടിയും കാണിക്കണ, ഒന്നോടി റിപ്പീറ്റ് കാണിക്കണ, ഒന്നോടി കാണിക്കാൻ വേണമെങ്കിൽ ഒന്നോടി കാണിക്കണം. നോക്കിയാൽ ഇങ്ങനെ എടുക്കുക. പിന്നെ നോക്കിയാൽ സെൻറ്റർ നോക്കിയാൽ മുടക്കിയിട്ട് ഇത്രയും ബാക്കിലേക്ക് നീട്ടിടുക. എന്നിട്ട് നോക്കിയാൽ നമ്മുടെ ഹുക്കിനെ നോക്കിയാൽ അതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഈ മുടക്കിയ ഭാഗം ഇങ്ങോട്ടാക്കിയിട്ട് വയ്ക്കുക. എന്നിട്ടൊരു 5 ചുറ്റിട്ട് കൊടുക്കുക. 5 ചുറ്റിട്ട് കൊടുത്തു. നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. പിന്നെ വലിച്ചെടുക്കുക. ഇവിടെ സെറ്റായി കെട്ടാക്കിയിട്ട് കെട്ടായി. ഇനി ഇത് വലിക്കും തോറും മുറുകളോടെ അത് അങ്ങനത്തെ കെട്ടാം. ഇതൊക്കെ പുറകിൽ കൂടെ എടുത്തിട്ട് നോക്കിയാൽ 1 ഒരെണ്ണം ഇട്ട് കൊടുക്കുക. 2 ഇത്രയുള്ള പരിപാടി 2 ചെയ്തു. പിന്നെ ഇതിൻ്റെ തുമ്പത്ത് നോക്കിയാൽ തുമ്പത്ത് ഇങ്ങനെ കെട്ടിയെടുക്കണം. കേട്ടോ, തുമ്പത്ത് കെട്ടിയെടുത്തു. ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ അങ്ങോട്ട് വലത്തോട്ട് ഇങ്ങനെ തിരിക്കുക. കുറച്ച് ചുറ്റി ഇങ്ങനെ ചുറ്റി ഇടുക. നമുക്ക് ഏകദേശം 2 വട്ടം നമ്മളിത് കെട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ പിരിഞ്ഞു വരുന്നതും ഏകദേശം നിർത്തേണ്ടതൊക്കെ. ഒരു 10-15 വട്ടം ഇങ്ങനെ ആക്കിയാൽ മതി. 1, 2 ഇങ്ങനെ 5 വട്ടം ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ റെഡിയാവും. അത് കഴിഞ്ഞ് നോക്കിയാൽ ഇതിങ്ങനെ പിടിക്കുക. കുക്കിൻ്റെ കയ്യിൽ കേട്ടോ ഇങ്ങോട്ട് പിടിക്കുക. നോക്കിയാൽ ഇതും അതേപോലെ ഇങ്ങോട്ട് കേട്ടോ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇങ്ങനെ ചുറ്റും തോറും കൂടെ ഇങ്ങനെ മുറുകി ഇങ്ങനെ വരും. കെട്ടായി ഇങ്ങനെ ചുറ്റുക. ഇതിപ്പോൾ ഓക്കെ നല്ല ഭംഗിയിലായി കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. കേടാ ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്കുക. വേറെ ഒന്നല്ല, നമ്മളിവിടെ കെട്ടിയില്ലെങ്കിൽ ഈ പിരിച്ചത് കഴിഞ്ഞ് പോകുക. കണ്ടിരിക്കാൻ വേണ്ടി കെട്ടി കൊടുക്കണം കേട്ടോ. നോക്കിയാൽ അപ്പോൾ 3 നമ്മൾ കെട്ടിയെടുത്തു. 3 കെട്ടിയെടുത്തു കേട്ടോ. ഇനി നമുക്ക് ബാക്കി 3 ഉണ്ട്, അതുകൊണ്ട് കെട്ടിയെടുക്കണം. കെട്ടിയെടുത്തിട്ട് ബാക്കി പരിപാടി കാണിക്കാം. ബാക്കി 3 കൂടി കെട്ടിയെടുക്കട്ടെ കേട്ടോ. ഇങ്ങനെയുണ്ട് നമ്മുടെ ഹുക്കുകൾ. പിന്നെ നമുക്ക് ഇനി ഒരു പണിക്കുണ്ട്. നമുക്ക് ഒരു ചരട് വയ്ക്കാൻ നേരൊന്നൂലില്ലേ,
നമുക്ക് കുറച്ച് നീട്ടത്തിൽ നോക്കിയൊരു ഇത് വേണം കേട്ടോ. ഇത്ര എടുക്കുക, നോക്കിയേ ഒരു 10 ഇഞ്ചിൻ്റെ വലിപ്പത്തിൽ നോക്കിയാൽ ഇത്ര ഇട്ടിട്ട് നോക്കിയാൽ ഒരു മുട കൂടി ഇടാം. ഇതിൻ്റെ തുമ്പത്തായിട്ട് നോക്കിയാൽ നമ്മളിതിവിടെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തുമ്പതോടെ ഇത് കെട്ടുണ്ട്. നേരത്തെ ചെയ്ത പരിപാടിക്ക് കെട്ടുക നോക്കിയാൽ. എന്നിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഇത് ഇടത്ത് വലത്തെന്ന് പറയുമ്പോഴേ നമ്മൾ ഇത് ഇങ്ങോട്ട് വലത്തോട്ടും ചെയ്യാം ഇടത്തോട്ടും ചെയ്യാട്ടോ. അതിപ്പോൾ വലത്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് ചെയ്താൽ മതി, ഇങ്ങോട്ട് വലത്തോട്ട് ചെയ്താൽ പിന്നെ ഇടത്തോട്ട് ചെയ്താൽ മതി, ഇടത്തോട്ട് ചെയ്താൽ പിന്നെ ചെയ്യുമ്പോൾ വലത്തോട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂട്ടാ. ഇത് ഞാൻ ഇടത്തോട്ട് ഇങ്ങനെ തിരിക്കണമെന്ന് മാത്രം. ഇടത്തോട്ട് തിരിച്ചിട്ട് പിന്നെ തിരിക്കുമ്പോൾ വലത്തോട്ട് തിരിയുക, അത്രയേ ഉള്ളൂ പരിപാടി. ഇത് നമ്മളിത് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറേ നേരം ഇങ്ങനെ ആക്കുക. ഒരു 10-20 വട്ടം ആക്കുമ്പോൾ ഇതിങ്ങനെ പിരിഞ്ഞ് കിട്ടും. ഇവിടെ തിരിക്കുക, നന്നായി ഇങ്ങനെ ആക്കുക. ഒരു 10-20 വട്ടമൊക്കെ ഇങ്ങനെ തിരിച്ച് കൊടുക്കുക. അപ്പോൾ ഇടത്തോട്ട് നമ്മൾ തിരിക്കുന്നത് കേട്ടോ. തിരിച്ച് ഇവിടെ പിരിയായി നോക്കിയാൽ ഏകദേശം കണ്ട. നമ്മളിതിൻ്റെ സെൻറ്റർ പിടിക്കുക, സെൻറ്റർ പിടിച്ചിട്ട് നോക്കിയാൽ ഇനി നമ്മൾ ഇതിനെ വലത്തോട്ട് തിരിച്ചു കൊടുക്കുക ചെയ്യണം കേട്ടോ. ഇത് വലത്തോട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇടത്തോട്ട് തിരിച്ചു പിന്നെ വലത്തോട്ട് തിരിയടാ. ഇത് നമുക്ക് വേണമെങ്കിൽ ആദ്യം ഇടത്തോട്ട് തിരിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വലത്തോട്ട് തിരിയാം, വലത്തോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇടത്തോട്ടും തിരിയാം. ആദ്യം അങ്ങോട്ട് തിരിക്കണോ അതിൻ്റെ ഓപ്പോസിറ്റ് രണ്ടാവും തിരിക്കുക, അത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ. നോക്കിയേ ഞാനിങ്ങനെ തിരിച്ചു കൊടുത്തു, പിരിച്ച് നന്നായി പിരിച്ചെടുക്കണം. അത് നന്നായി ഇവിടെ തുമ്പ് വരെ പിരിച്ചിട്ടുണ്ട് കേടാ. ഇവിടെ നിന്ന് ഊരിയെടുക്കട്ടെ. തുമ്പ് വരെ പിരിച്ചു ഇവിടെ ഇങ്ങനെ കെട്ടിട്ടെടുക്കണം. നേരത്തെ പോലെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് കെട്ടിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ് പോകാത്ത രീതിയിലേ കെട്ടിട്ട് നമ്മൾ കെട്ടിട്ടെടുത്തു കേട്ടോ. നമുക്കിങ്ങനെ കിട്ടും. ഇതിങ്ങനെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാടാ കേട്ടോ. ഇങ്ങനെ മടക്കി വയ്ക്കുക, അതിന് വേണ്ടിയിട്ടാട്ടത്. നോക്കിയേ നോക്കിയേ. അപ്പം നോക്കിയാൽ ഇങ്ങനത്തെ പരിപാടി നമുക്ക് നോക്കിയാൽ ഇത് നമ്മുടെ ബ്രൈഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രൈഡ് വെച്ച് കെട്ടണം പരിപാടി. ഇപ്പം നമ്മുടെ ബ്രൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇത് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇട്ട് ഒപ്പം വെച്ചെടുത്തോ. ഹുക്കുകളിനെ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ടേ ഒപ്പം വെച്ചെടുക്കുക. ഹുക്ക് ഒപ്പം കിട്ടാൻ വേണ്ടിയിട്ടേ ഇങ്ങനെ വെച്ചു. അതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അതേപോലെ ഹുക്ക് ഇങ്ങനെ ആക്കിയിട്ടിട്ടേ പിന്നെ ഒപ്പം പിടിച്ചെടുത്തോടാ. ഞാൻ കത്തിരയിലിട്ട് പിടിച്ചെടുത്തുക്കടാ. ഹുക്കിനെ നമുക്കിങ്ങനെ ഒപ്പം കിട്ടി. ഇന്ന് നോക്കിയാൽ ഏകദേശം 1-2 ഇഞ്ച് 2.5 ഇഞ്ച് ഇങ്ങോട്ട് 2 ഇഞ്ച് മതിയാവും കേട്ടോ. ഇങ്ങോട്ട് 2 ഇഞ്ച് ഇടുക പുറത്തേക്ക് ഈ ഭാഗത്തേക്ക്. എന്നിട്ട് ഇതിൽ നമ്മുടെ ഇതിനെ വെച്ച് കൊടുക്കണം. ഇതിങ്ങനെ വയ്ക്കുക കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇവിടേക്ക് 2 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. ഇങ്ങോട്ട് തീറ്റയുടെ ഉള്ളിൽ വയ്ക്കണേ 2 ഇഞ്ച് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ 2 ഇഞ്ച് ഇല്ല, 1.5 ഇഞ്ച് 2 ഇഞ്ചാ 2 ഇഞ്ച് എന്നോട്ടെ 2 ഇഞ്ച് ഉണ്ടാവും. 2 ഇഞ്ച് ഉണ്ടാവില്ല, 1.5 ഇഞ്ചൊക്കെ. ഒരു 1.5 ഇഞ്ചൊക്കെ ഇങ്ങോട്ട് ഇട്ടാൽ മതി. തീറ്റയുടെ ഉള്ളിലേക്ക് കയറുന്ന ഭാഗത്തേക്ക് ഒരു 1.5 ഇഞ്ച്. എന്നിട്ട് ഇതിലായിട്ട് നോക്കിയാൽ കെട്ടി കൊടുക്കുക ചെയ്യുക. ബ്രൈഡ് ഇതിലിങ്ങനെ കെട്ടുക. കെട്ടി കൊടുക്കണം കേട്ടോ. ഉള്ളിക്കൊട്ടിട്ട് അതുകൊണ്ട് തന്നെ കൊടുക്കിട്ടിട്ട് ചുറ്റാലും മതി. പിന്നെ ഇവിടെ നിന്ന് കെട്ടിയെടുക്കണം അതിനെ ബ്രൈഡിനെ. അതാണ് പരിപാടി കേട്ടോ. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടു നമ്മുടെ ഇങ്ങനെ നിൽക്കത് ഇങ്ങനെ നിൽക്കണത് ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. ഡെയിലി ഇങ്ങനെ ചുറ്റി കൊടുക്കുക, കുറച്ച് ചുറ്റാം. അപ്പോൾ അതിങ്ങനെ ആക്കിയാൽ മതി. ചുറ്റി കിട്ടും. ഇവിടെ ഇങ്ങനെ ചുറ്റുക കിണ ഇങ്ങനെ നോക്കിയാൽ
കുറച്ചുകൂടി ബ്രെഡ് നീട്ടിടാം. ചുറ്റി എടുക്കുക കേട്ടോ. നന്നായി ചുറ്റണം. ഇവിടെ ഒരു പോകാൻ പാടില്ല. നന്നായി ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇപ്പം തന്നെ ചുറ്റുക, വീണ്ടും ചുറ്റുക. കുറച്ച് ചുറ്റുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക. അതിങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ ഇങ്ങനെ പിടിക്കുക. നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ടാൽ മതി. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കെട്ടാവും. മനസ്സിലായി? അതായത് ഇതിങ്ങനെ നോക്കിയാൽ ഇങ്ങനെ പിടിക്കുക. ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. മൊത്തം എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടായി കേടാ. ഇങ്ങനെ കെട്ടിയെടുക്കുക കേട്ടാ. ഊരി പോകാൻ പാടില്ല. അപ്പോൾ കുറച്ചുകൂടി ചുറ്റുകളിട്ടിട്ട് കെട്ടിയെടുക്കുക. ബ്രെഡ് കുറച്ച് നീട്ടത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് നീട്ടത്തിലുണ്ട് കേട്ടോ. ഇങ്ങനെ ചുറ്റിടുക കേട്ടോ. മൊത്തം ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതിൽ ചുറ്റുക. എന്നിട്ട് നോക്കിയാൽ ഇതിങ്ങനെ പിടിക്കണ്ട. ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. ഇവിടെ കെട്ടായി കിട്ടും. തീനെ വലിച്ച് കൊടുത്താൽ മതി. ചവിട്ടി പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചുറ്റിട്ട് തീന കണ്ട. ഇതിലിട്ട് കൊടുക്കുക, വലിച്ചു കൊടുക്കുക. കണ്ടോ? കെട്ടായി നല്ല രീതിയിൽ ഇങ്ങനെ കെട്ടി. ഇത്രയും കെട്ടി. ഇങ്ങനെ അതിൻ്റെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ബാക്കിലേക്ക് കുറേ നിൽക്കുന്നുണ്ട്. ഇത്രയും കട്ട് ചെയ്ത് കളയാളതാണ്. നമ്മളിത് കെട്ടാനും കാര്യങ്ങൾക്ക് എളുപ്പത്തിനായിട്ട് നമ്മളിങ്ങനെ നീട്ടിയിട്ട് എടുത്തിട്ടുണ്ടാകും. നമുക്ക് ഇത്രയും ആവശ്യമുള്ള ഇങ്ങോട്ട് പുറകിലേക്ക് നിൽക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് കളയും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ കണ്ട കട്ട് ചെയ്ത് കളയാ ചെയ്യുന്നേട്ടാ. പുറകിലേക്കുള്ളത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ വരും. പിന്നെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുറകിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞത് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കണ്ട നമ്മുടെ മുത്ത് ഈ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിത് കോർത്തെടുക്കണം. അപ്പോൾ നോക്കിയാൽ ഒരു തീര കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയാൽ ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുത്തിൻ്റെ ഹോള് കുറച്ച് ചെറിയ ഹോളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ചെയ്യുന്നത്. മുത്തിന് ഹോള് വലിപ്പമുള്ളതുണ്ടെങ്കിൽ എടുത്ത ഉപകാരമായി നല്ല കടം. പിന്നെ നോക്കിയാൽ ഇതിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇവിടെ വരെ എത്തും. ഇത്രയുള്ള പരിപാടി. അത് നമ്മൾ കോർത്തെടുത്തു. മുത്തിനെ ഇവിടെ കോർത്ത് കഴിഞ്ഞിട്ട് ഇനി ബ്രെഡ് വെച്ച് ചുറ്റണ്ട കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചുറ്റുക. നന്നായി ചുറ്റുക. കട്ട് ചെയ്താക്കിയില്ലേ അതൊക്കെ ചുറ്റുക. നല്ല വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിത് ചെയ്യുന്നത്. അവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിടുക. കെട്ടിട്ട് ഇനി മുത്തിട്ടതിൻ്റെ ഇപ്പുറത്തേക്കില്ലേ ഇവിടേക്ക് നോക്കിയാൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചുറ്റിയെടുക്കണം കേട്ടോ. കണ്ടോ? 2-3 ചുറ്റിടുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് കെട്ടി കൊടുക്കുക. ഇത് കേട്ടോ, ഇത് മനസ്സിലായത് ഇതിങ്ങനെ എടുക്കുക. ഇതിവിടെ കേട്ടോ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്താൽ മതി. മുത്തിൻ്റെ അവിടെ കെട്ടി. അപ്പം മുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഊരി പോരുക. മുത്ത് ഉറപ്പെടുത്തായി. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇട്ട് കെട്ടിയില്ലേ ഒരുപാട് അടി ഇപ്പുറത്തേക്ക് ഇടുക. ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. നന്നായി ചുറ്റി അവിടെ ഇട്ട് കെട്ടുക. ഒരു കെട്ടുക. വീണ്ടും ഒരു കെട്ടുക. അപ്പം നമ്മൾ പിന്നെ പുറത്തിട്ട് കെട്ടി. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഇട്ടുണ്ട്. ബ്രൈഡായ കാരണം ഇനി മുത്ത് പോവില്ല. വേണമെങ്കിൽ 1 കൂടി ഇട്ട് കൊടുക്കാം. നല്ല 1 കൂടി ഉറപ്പാൻ വേണ്ടി. അപ്പോൾ ഇപ്പുറത്തേക്ക് ഒരു വട്ടം കൂടി ഇട്ടിട്ട് ഒരു 4 ഉണ്ടാവും. അപ്പോൾ അപ്പുറത്തേക്ക് ഒരു വട്ടം കൂടി എടുക്കുമ്പോൾ കണ്ട ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇടുക കണ്ട. ഇനി ഇവിടേക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഒരു 4 പ്രാവശ്യം ഇത് മുത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞ് ആയി. ഇനി മുത്തതിൽ നിന്ന് ഊരി പോവില്ല. എന്തോന്നാലും ഇവിടെ ചുറ്റുക. ഇതിങ്ങനെ വലിച്ചു കൊടുക്കുന്ന നല്ല കേട്ടോ. അങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് 2 സൈഡും പിടിച്ച് വലിച്ചു കൊടുക്കുക. വലിക്കുമ്പോഴും ഇതൊക്കെ ആകുമ്പോൾ കൈമ ഹുക്ക് കയറോടെ നോക്കുക. പരമാവധി കൈന്നൊക്കെ പെട്ടെന്ന് സ്ലിപ്പാവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹുക്ക് കൈമ കയറും.
അതൊക്കെ ശ്രദ്ധിക്കുക. കഴിഞ്ഞില്ലേ? എന്നിട്ട് നമ്മളതിനെ ചുറ്റി ഇവിടേക്ക് കൊണ്ടുവരിക, ഈ ഭാഗത്തേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇവിടേക്ക് ഹുക്കിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നോക്കിയാൽ തിരിച്ചിട്ട് നോക്കിയാൽ ഹുക്കിൻ്റെ അവിടെ 2 കെട്ട് കെട്ടി കൊടുക്കുക. ഈ ഹുക്കിൻ്റെ ഭാഗത്തേക്ക് കൊടുന്നോട്ടാ. ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത പരിപാടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ ഭാഗം നിൽക്കണില്ല, ഇങ്ങോട്ട് ഇട്ടതിൻ്റെ അത് കട്ട് ചെയ്ത് കളയാടാ. ഉള്ളിലേക്ക് നിൽക്കണത് കട്ട് ചെയ്ത് കളയാം. കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോടാ. മറ്റേ നമ്മൾക്ക് വേറെ ടച്ചൊക്കെ ആയി കഴിഞ്ഞാൽ പൊട്ടിക്കും പെട്ടെന്ന് കട്ടിങ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെയായി. ഇനി നമ്മൾ ഈ ഹുക്കിനെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിന്ന് ഒരെണ്ണം എടുക്കുക. ഒരെണ്ണം എടുത്തിട്ട് നേരത്തെ ചെയ്തില്ല അതേപോലെ നോക്കിയാൽ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. അതുപോലെ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. 1, വീണ്ടും ഒരെണ്ണം കൂടി ഇടുക, പിന്നെ വലിച്ചു കൊടുക്കുക. 3, ഒരെണ്ണം കൂടി ഇടുക. 4, 4 നിർത്തുക. ഇതിലിട്ടു. ഇതിൻ്റെ അടുത്തുള്ള ഹുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുക. അതിനെ വീണ്ടും ഇതേപോലെ എടുക്കുക. 1 ഇടാ, 2, 3 ഇവിടെ പോണാട്ടാ. വലിച്ചു കൊടുക്കുക. എത്രയും എണ്ണം തെറ്റിയില്ലോ? 3 പറഞ്ഞ 3 എന്തുകൊണ്ടല്ലേ? 3 ഇട്ട് കൊടുക്കാം. 3 പറഞ്ഞ എന്തുകൊണ്ട്? 4 ഇട്ട് കൊടുക്കും. ഈ 2 നമ്മൾ ചെയ്തില്ലേ. പിന്നെ ഇവിടേക്ക് വരണ ഇതിൻ്റെ അടുത്ത് വരണ ഏതാണെന്ന് നോക്കുക. അടുത്ത് വരണ അപ്പോൾ ഇതെടുത്തു. ഇത് അതേപോലെ 4 ഇട്ട് കൊടുക്കുക. 1, 2, 3, 4 ഇങ്ങനെ എല്ലാ ഹുക്കും ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത് വരണത് ഇതാ. നമ്മളിതിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാതും ഇട്ട് കൊടുക്കണം. 6 ഇങ്ങനെ ഇടണം കേട്ടോ. 1, 2, 3, 4 ഇത് വേണ്ട. ഇത് ഇങ്ങോട്ട് ഇവിടെ കെട്ടിയതൊക്കെ ഇവിടേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് ഇടുക. ഇവിടേക്കുള്ള ഇതാട്ടാ. അടുത്ത് ഇതാ. ഇതല്ല, അടുത്ത് പറഞ്ഞത് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇതാട്ടാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ അടുത്തെടുക്കുക. അതിങ്ങനെ ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4 അതൊക്കെ ചെയ്തു. ഇനി അടുത്ത് വരുന്നത് നോക്കുക. ഇത് ചെയ്തു, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് 2.5 കൂടി ഉണ്ട്. കണ്ടോ, 2.5 കൂടി ഉണ്ട് ചെയ്യാം. ഇത് വരണം. ഇനി അതിനെ ഇങ്ങനെ എടുക്കുക. കടക്കിലേക്കായിട്ടാവണം കേട്ടോ. അല്ല, കടഭാഗത്തേക്കായിട്ട് ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇങ്ങനെ ആവണം. 2, 3, 4 അതെ. ഇനി പറഞ്ഞ ഇവിടെ ഉണ്ട് നമുക്ക് കേട്ടോ. ഒരെണ്ണം ഇതാട്ടോ. ഈ കെട്ടണത് നിർബന്ധമായും ചെയ്യണോട്ടോ. വേറെ ഒന്നല്ല, ഇത് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മുടെ ഹുക്കുകളുടെ ഇത് പിടുത്തം വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കട വലിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്ന് വലിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇന്ന് വലിച്ചു കൊടുക്കുക.
ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചു വിടുക. ഈ കെട്ട് ബ്രൈഡ് വെച്ച് എന്തായാലും ചെയ്യണം, ഇങ്ങനെയുള്ള കെട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ വലിക്കുമ്പോൾ ഊരി പോകൂട്ടോ. അതില്ലിങ്ങ കെട്ടില്ലിങ്ങ, കാരണം ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ കെട്ടിക്കല്ലേ, അത് ഊരിപ്പോവും. ഇത് ഊരി പോകാണ്ടിരിക്കുകയാണ് ഇവിടെ മുത്തിലിട്ട് ഇങ്ങോട്ടും പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തായി, ഇവിടെ കെട്ടുമ്പോൾ ഇത് ഇങ്ങോട്ടും പിടുത്തായി. നമ്മുടെ ഇതെല്ലാം ഹുക്കുമി നമ്മൾ അങ്ങനെ ചുറ്റി 4 ഇട്ട് കെട്ടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങോട്ട് തിരിച്ച് പിടിക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഒന്ന് ചുറ്റിയിട്ട് ഇതിലിങ്ങനെ കെട്ടി കൊടുക്കുക. കേട്ടോ, ഇങ്ങനെ എടുക്കുക. അങ്ങോട്ട് ചാടി പോയി, ഇടയ്ക്ക് വേണം. ഇവിടെ ഇട്ട് കെട്ടാം. അല്ല, ഈ ഭാഗത്ത് വേറെ ചുറ്റിട്ട് കൊടുത്തിട്ടേ ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് കൊടുക്കുക, ഒഴിഞ്ഞ് പോണ്ടിരിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നോക്കിയ ഇത് ഒരുവിധം കെട്ട പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിവിടെ കട്ട് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി ഇങ്ങനെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹുക്ക് സെറ്റ് നോക്കിയത് ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നൂല് വേണമെന്നില്ല കേട്ടോ. നമുക്ക് ഈര ഉണ്ടെങ്കിലും കെട്ടിയെടുക്കാം കേട്ടോ. ഈര വെച്ച് കെട്ടിയെടുക്കാം. ഈര വെച്ച് നല്ല രീതിയിൽ കെട്ടിയെടുക്കാം കേട്ടോ, അടിപൊളിയായിട്ട് കെട്ടിയെടുക്കാം. ഈര വെച്ചിട്ട് എൻ്റെ ഉണ്ട് കെട്ടിയത്, പക്ഷെ അത് ഇവിടെ തടച്ചിൽ കാരണേ പൊട്ടിപ്പോവാം. എന്തായാലും ഒരെണ്ണം ഉണ്ടാക്കല്ലേ, അപ്പം നൂല് വെച്ചുണ്ടാക്കിയതാണ്, സ്ട്രോങ് ഉള്ളത് തന്നെ ആയിട്ടോ. മീൻസ് ഈര വെച്ചുണ്ടാക്കുമ്പോൾ ഈ തടയണോടത്തൊക്കെയാണ് നമ്മൾ ചൂണ്ടാൻ പോകണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഈരല്ലേ തടഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇത്രയും ഹുക്കിൽ എവിടെയെങ്കിലും ലോക്കായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കിട്ടില്ല, പരമാവധി പൊട്ടിപ്പോവുക ചെയ്യുക സെറ്റ്. അപ്പോൾ ഈ നൂലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവില്ല. ലോക്കായി ഇവിടെ നിന്ന് പരമാവധി ഊരി കിട്ടാറുണ്ട്, അല്ലെങ്കിൽ എന്തുമേ ലോക്കാന്ന് വെച്ചാൽ അത് പരമാവധി ഇങ്ങോട്ട് വലിക്കുമ്പോൾ പോരാറുണ്ട്. അത് കാരണമാടാ നമ്മൾ ഇത് വെച്ച് കെട്ടിയത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.